Welcome back to Nice Trade. This is Nias. Sorry for not presenting for last 2 days. വളരെ നല്ല തിരക്കിലായിരുന്നു. ഞാൻ ലിക്വിഡിറ്റി ലെൻസിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിങ്ങും മറ്റു കാര്യങ്ങളിലൊക്കെ തിരക്കായി പോയി. അപ്പോൾ കൂടുതൽ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് അതിനെ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൻ്റെ ഒരു എന്താ പറയുക, ബാക്ക് ടെസ്റ്റഡ് റിസൾട്ട് എത്രത്തോളം പ്യൂരിഫൈ ചെയ്തിട്ട് എത്രത്തോളം കറക്റ്റ് ആക്കാൻ പറ്റും, ഏറ്റവും കൂടുതൽ നല്ല പ്രോഫിറ്റബിലിറ്റി കൊണ്ടുവരുന്ന പ്രോമിസിങ് ടൂളാക്കി മാറ്റിയിട്ട് മാർക്കറ്റിൽ അതിന് നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്. അതും റീറ്റെയിലേഴ്സിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് കാണുന്നോ അത് റീറ്റെയിലേഴ്സ് കാണണം എന്നുള്ള അവകാശം നമുക്കും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. വി ഹാവ് ടു സീ വാട്ട് ദേ ആർ സീയിങ്, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഒരു ചാർട്ട് എടുക്കുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. മിക്കപ്പോഴും നമ്മളുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ SMC കോഴ്സ് പ്രൊവൈഡേഴ്സ് ആണെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഇവിടെയാണ് നമ്മളുടെ ലിക്വിഡിറ്റി, ഇവിടെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് നെയ്ക്കഡ് പ്രൈസ് ആക്ഷൻ ചാർട്ടിൽ, വിച്ച് ഈസ് നോട്ട് ബാഡ് ആക്ച്വലി, ബട്ട് നമ്മളുടെ എല്ലാവർക്കും അത് കോംപ്രഹെൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ അപ്പോഴാണ് നമ്മൾ ഇതിലൊരു വിഷ്വൽ എബിലിറ്റിയോട് കൂടി ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആശയത്തിലൂടെ വന്നത്. അതിൽ തന്നെ നമ്മളുടെ വാല്യൂഷൻ കോൺസെപ്റ്റ്സും വാല്യൂഷൻ തിയറീസും അതിൽ തന്നെയുള്ള ഫൈനാൻഷ്യൽ തിയറീസ് ആൻഡ് പോളിസീസ് ഒരുപാട് വരുന്നുണ്ട്. പ്രൈസ് ഡിസ്കവറി തിയറി എടുക്കുന്നുണ്ട്, ഫെയർ വാല്യൂ തിയറി എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ തിയറികളെല്ലാം വെച്ചിട്ട് വലിയ വലിയ റിസർച്ച് ആർട്ടിക്കിൾസ് IIM-ലും മറ്റിടത്തൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഐഡിയാസാണ് നമ്മൾ ഈ കോഡിലേക്ക് എടുക്കുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇത് അക്യുറസി കുറച്ചുകൂടെ മേലെ നിൽക്കും എന്നുള്ളതുകൊണ്ട് നിരന്തരം നമ്മൾ അതിനെ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ കൂടുതൽ ആൾക്കാരും അത്തരത്തിൽ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ്. സോ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു അനാലിസിസിൽ നേക്കഡായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു അപ് ട്രെൻഡ് വന്നു, ആൻഡ് ദെൻ സ്റ്റീപ്പായിട്ടൊരു ഫോൾ വന്നു, വീണ്ടും സ്റ്റീപ്പ് അപ് ട്രെൻഡ് വന്നു. ആൻഡ് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരം ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ നമുക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രാപ്പ് ആവാൻ സാധ്യതയുണ്ട്. അത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റാണ്. എന്തുകൊണ്ട് അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ക്യൂസ് അൺപ്രഡിക്റ്റഡ് ആണ്. കാരണം നമുക്കറിയാം ഒരു 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 തലത്തിൽ US ഇഷ്യൂ വരുന്നുണ്ട്, ഒരു തലത്തിൽ US ചൈന ഇഷ്യൂ, വേറൊരു തലത്തിൽ മറ്റേ വേറെ കൺട്രീസിൻ്റെ വിഷയങ്ങൾ, യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങൾ, എല്ലാം വളരെ അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ പുടിൻ വരുന്നു പീസ് ടോക്കിന് വേണ്ടിയിട്ട്. ആകെ മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് ഇതാണ്. ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. ആളുകൾക്ക് അങ്ങനെയുള്ളതുകൊണ്ട് ആളുകളുടെ സൈക്കോളജിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ചാർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ചാർട്ടിലും അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചാർട്ടിലുള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നതും നമുക്ക് എല്ലാവർക്കുമുള്ള നമ്മളുടെ മൈൻഡിലുള്ള വോളറ്റിലിറ്റിൻ്റെ റിഫ്ലക്ഷൻ മാത്രം തന്നെയാണ്. എന്നാലും നമുക്കത് റീഡ് ചെയ്യാൻ പറ്റും എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ളത്. ബിക്കോസ് ചാർട്ട് ഈസ് ദ ട്രൂത്ത്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഈസ് ദ ട്രൂത്ത് ദാറ്റ് ബിഗ് പ്ലേയേഴ്സ് ലീവ് ബിഹൈൻഡ്. ഒരു ഫുട് പ്രിൻ്റ് ഇട്ടിട്ടാണ് ഇവരെല്ലാവരും പോവുക. കാരണം അവർക്ക് തമ്മിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു FIA ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണ് അവർ കാണുന്ന ഫ്യൂച്ചർ ഇൻ ദാറ്റ് ചാർട്ട് എന്നുള്ളത് മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷനെ അറിയിച്ചു കഴിഞ്ഞാലേ അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ മ്യൂച്വൽ സപ്പോർട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ട്രാപ്പായി പോകുന്നത് ഞാനും നിങ്ങളും പോലത്തെ റീറ്റെയിലേഴ്സാണ്. നമുക്കാണ് ഇതിലൊന്നും കാണാൻ പറ്റാത്തത്. വി ആർ ഓൺലി സീയിങ് ദ നെക്ക് ചാർട്ട്, ബട്ട് ദേ ആർ സീയിങ് സംതിങ് മോർ. അപ്പോൾ അതിലേക്ക്, അവരുടെ ആ ഗ്രേഡിലേക്ക് നമുക്ക് ഉയരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആസ് ഫൈനാൻഷ്യൽ ടൂൾ ഡെവലപ്പേഴ്സ് ആൻഡ് ഫെയർ വാല്യൂ റിസർച്ചേഴ്സ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മളുടെ റീറ്റെയിലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തരത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. സോ ഇതിലിപ്പോൾ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല. ആൻഡ് ഐ എം ടേണിംഗ് ഓൺ ദി liquidity lens I developed for Indian market. So we are seeing the data here, and കഴിഞ്ഞ 82 ട്രേഡിലായിട്ട് വന്നിട്ടുള്ള അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ടും അതിലുണ്ട്. യു ക്യാൻ സി 837% ആണ്. ഡ്രോ ഡൗൺ വന്നിട്ടുള്ളത് 66% ആണ്. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഫാക്ടറും ഉണ്ട്, പ്രോഫിറ്റബിൾ ട്രേഡ് നമ്പറും ഉണ്ട്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഒരു ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആൻഡ് ദെൻ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ഒരു SMC ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൈൻഡ് SMC അല്ല, വിഷ്വൽ SMC ആണ്. എവിടെ എന്തൊക്കെ കിടക്കുന്നുണ്ടെന്ന് നമ്മൾ പച്ചക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രായമായ ആളുകൾക്കും പിന്നെ അതല്ല കൺഫ്യൂഷനുള്ള ആളുകൾക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും നോൺ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആണ്. സോ അത്തരം ആളുകളിലേക്കൊക്കെ മാക്സിമം നമ്മളുടെ കണ്ടന്റ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. നമുക്ക് റീച്ചാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്യും, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇത് ഷെയർ ചെയ്തൊന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ ഇവിടെ മുതൽ തന്നെ നോക്കുക. വൊളാറ്റിലിറ്റി വന്നു തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ മാസം ആണ്. ഒരു 17-ാം തീയതി മുതൽ നോക്കുകയാണെങ്കിൽ തന്നെ സ്റ്റീപ്പായിട്ടുള്ളൊരു അപ്സൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലുള്ളൊരു പ്രോബ്ലം ഞാൻ അന്നേ പറയുന്നുണ്ടായിരുന്നു. അന്നിട്ട കണ്ടന്റുകളിലൊക്കെ മാർക്കറ്റ് വീഴാൻ പോകുന്ന തലേ ദിവസം ഞാൻ അപ്പോഴൊക്കെ വാർണിംഗ് പോലെ വന്നിട്ട് പറയാറുണ്ട്.
അതിൽ 1-2 ദിവസമാണ് നമുക്ക് ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്നത്. അത് അന്ന് രാത്രി ആ ഒരു ദിവസം കണ്ടന്റ് ഇട്ടതിന് ശേഷം രാത്രി നമ്മളുടെ ട്രംപണ്ണൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് പറയും. അപ്പോൾ തിരിച്ചിങ്ങോട്ട് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മീൻസ് ചാർട്ടിലുള്ളത് ആസ് ഇറ്റ് ഈസ് നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്റ്റീപ്പ് അപ്സൈഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഏരിയയിൽ ഒന്നും ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാതെയാണ് പോയത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് മാർക്കറ്റ് വീഴുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് അവിടെ കിട്ടുള്ളൂ. കാരണം ഇവിടെ ഇഷ്ടംപോലെ ബയേഴ്സ് സെല്ലേഴ്സ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് സപ്ലൈ സോണുകൾ ഉണ്ടാവും. ഇത് SMC ആണ്. അപ്പം കൂടുതൽ പേർക്കും നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം കുറച്ചൊക്കെ SMC അറിയുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റും. തീരെ അറിയാത്തവർക്ക് SMC കോഴ്സ് ആയിട്ട് തന്നെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാലൊക്കെയാണ് മനസ്സിലാവുള്ളൂ. എന്നാലും ഇത് കണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സ്റ്റീപ്പ് ഫോള് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ. സോ അതിന് തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു ഫെയർ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സെല്ലിംഗ് പ്രഷറും കൂടി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ സെല്ലേഴ്സ് ആർ പ്രഷറിങ് മാർക്കറ്റ് ഡൗൺ, വേ ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റി. ഭയങ്കരമായിട്ടുള്ള ഫോളാണ് കഴിഞ്ഞൊരു മാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. 1800ഓളം പോയിന്റിലേക്ക് താഴ്ന്നു. അതിൽ തന്നെ ഞാൻ പറഞ്ഞു 1,02 കോടി ആയിട്ടുള്ള പുട്ട് ഓപ്ഷൻ വരെ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ അതൊക്കെ വളരെ റെയർ ആയിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റികളാണ് ഫോർ ഓപ്ഷൻ ബയേഴ്സ് ആൻഡ് ഓപ്ഷൻ സെല്ലേഴ്സ്. ഓക്കെ. സോ അത് ഓപ്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറയുകയല്ല. മാർക്കറ്റിൽ അത്രത്തോളം വൊളാറ്റിലിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ടു ദം. ഓക്കെ. അത് ചെയ്യുന്ന ആളുകൾക്ക്. സോ ഇനി നിങ്ങൾ നോക്കുക. ഇനി നിങ്ങൾ നോക്കിയിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് ഞാൻ ഇനിയും ഒരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയ അതേ സ്ട്രക്ചർ തന്നെയാണ്. ഇവിടെ നിങ്ങൾ കാണുന്നു ഒരു ഫെയർ വാല്യൂ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ, ഈ സെൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആരോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പുഷ് ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ നോക്കുക ലേറ്റസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ട്രെൻഡ്. ആ ലേറ്റസ്റ്റ് ട്രെൻഡിലും ലെഫ്റ്റ് സൈഡിൽ ദേ ഡിഡൻറ്റ് ക്രിയേറ്റ് എനി ലിക്വിഡിറ്റി. അതായത് മുമ്പ് എന്താണോ സംഭവിച്ചത് അപ്പുറത്ത് സംഭവിച്ച അതുപോലെ തന്നെയാണ് അവർ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു ലിക്വിഡിറ്റി അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. റൈറ്റ് സൈഡിൽ ഇവിടെ 2 ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് ഈ പേർപ്പിൾ കളറിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ലിക്വിഡിറ്റി ഫെയർ വാല്യൂ സോൺ. അതായത് അത് മേലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബയേഴ്സ് അത് മേലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആവുകയും സെല്ലേഴ്സ് അത് താഴേക്ക് കോൺകർ ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ബിയറിഷ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് ചാർട്ടിൽ കാണാൻ വേണ്ടി പറ്റുക. ഇനി അതല്ല, ഇത് അൺമിറ്റിഗേറ്റഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, അതായത് അത് ഇതുവരെ ടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിലൊക്കെ ഇത് ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഈ ഫെയർ വാല്യൂ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഈ ഒരു ഏരിയ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഇത്തരം ഏരിയകളെ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഫെയർ വാല്യൂ ആയിട്ടും കാണാൻ വേണ്ടി പറ്റും. സോ മാർക്കറ്റ് ഈസ് തിങ്കിങ് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫെയർ വാല്യൂ എങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഓവർ പ്രൈസ്ഡ് ആണ്. നമുക്കറിയാം വാല്യുവേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഫെയർ വാല്യൂവിനേക്കാൾ മേലെയാണെന്നുണ്ടെങ്കിൽ ദ വാല്യൂ ഈസ് ഓവർ പ്രൈസ്ഡ്. ഇത് സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിലും ഇൻഡെക്സിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ അതുപോലെ തന്നെയാണ്. ഓക്കെ. ഇനി അതിൻ്റെ താഴെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെയാണ് മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫെയർ വാല്യൂ ഇവിടെയായിരുന്നു ഫെയർ വാല്യൂ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മായ്ച്ച് നോക്കുക. ഈ ഒരു ഏരിയ ഇല്ലയെന്ന് വിചാരിക്കുക. ഞാൻ ഫെയർ വാല്യൂവിൻ്റെ ബേസിക് കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഈ ഒരു കേസിൽ മാർക്കറ്റിലെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു. അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഫെയർ വാല്യൂ ആണ് ഇവിടെ കിടക്കുന്നത്. ആ അൺമിറ്റിഗേറ്റഡ് ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്ന സാധനം, ഇതെല്ലാം SMC നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിലും കോഴ്സ് കാണുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഐ എം ഡാം ഷുവർ ദാറ്റ് യു ഡിഡ് നോട്ട് സീ വെർ ഇറ്റ് വാസ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ക്യാൻഡലിൻ്റെ ഒരു സിമ്പിൾ വെച്ച് മാത്രം അവർ പറയുന്ന ഏരിയകൾ നിങ്ങൾ അതാണെന്ന് വിശ്വസിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ ക്യാൻഡലുകളുടെ ഹിസ്റ്ററി വെച്ചിട്ട് ഇൻട്രാഡേ ക്യാൻഡലിൻ്റെ ഹിസ്റ്ററി കൂടെ വെച്ചിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് ആ വാല്യുവേഷൻ കറക്റ്റായിട്ട് കൂടുതൽ വരാൻ സാധ്യതയും കൂടുതലാണ്. സോ ഇതിൽ ഇപ്പോൾ നമ്മൾ കണ്ടു ഈ ഒരു പോയിന്റിൽ എന്ന് പറയുന്നത് മാർക്കറ്റ് എന്തോ കാരണം കൊണ്ട് വീണു. പക്ഷേ അണ്ടർ വാല്യൂഡ് ആണ്. നിഫ്റ്റി അണ്ടർ വാല്യൂഡ് ആണ്. അണ്ടർ വാല്യൂഡ് ആയ സമയത്ത് എന്ത് ചെയ്തു? ഫെയർ വാല്യുവേഷനിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആ ഒരു കയറ്റമാണ് ഈ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ. ഓക്കെ. ഫെയർ വാല്യുവേഷനിലേക്ക് എത്തി ഇതിനെ ടേക്ക് ഔട്ട് ചെയ്തു മേലേക്ക് പോയി. ഓക്കെ. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? ഇനി അടുത്ത സ്റ്റോറിയാണ് നമ്മൾ കാണേണ്ടത്. ഇനി വരാൻ പോകുന്ന സ്റ്റോറി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് സ്കോപ്പില്ല. ഇനി അറ്റ് പ്രസൻറ്റ് ഈ ഒരു ദിവസം അല്ലെങ്കിൽ നാളെ എന്ന് പറയുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്ന് പറയുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് വിചാരിക്കുന്ന 2 ഫെയർ വാല്യൂ സോണുകൾ ഇതാണ്. ഓക്കെ. അത് ഏത് വേണമെങ്കിലും മാർക്കറ്റ് ഫെയർ വാല്യൂ ആയിട്ട് പ്രൈസ് ഡിസ്കവറിയിലൂടെ ഡിസൈഡ് ചെയ്യാം. മാർക്കറ്റ് മെക്കാനിസം ആണ് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മൾ ആരുമല്ല. ഓക്കെ. സോ അങ്ങനെ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം അവർ ടേക്ക് ഔട്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും.
സോ അത് നമ്മൾ ടേക്ക് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെയുള്ള ആ ഗ്യാപ്പ് കൂടി ഫില്ല് ചെയ്യും ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഐ എം എക്സ്പെക്ടിങ് അനദർ 1000 പോയിന്റ് ഫോൾ ഇൻ നിഫ്റ്റി ഇൻ ദി കമ്മിങ് വീക്ക്. എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഒരു 1000 പോയിന്റിന് ഫോളിന് സാധ്യതയുണ്ടെന്നുള്ളതാണ്. പിന്നെ അവിടുന്ന് വേണമെങ്കിൽ ഒന്ന് റീട്രേസ് ചെയ്ത് വരാം. ഇനിയിപ്പം ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ദേ വിൽ ടേക്ക് ഓൾ ദിസ് ഫെയർ വാല്യൂ ലിക്വിഡിറ്റി, അതായത് ഇവിടെയും കിടക്കുന്ന ലിക്വിഡിറ്റി കൂടി എടുത്തിട്ട് ഒരു 1600 പോയിന്റ് വരെ ചിലപ്പം ഫോളോ ചെയ്തൊന്നും വരാം. പക്ഷേ അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. നോർമലി ഈ ഒരു ഫെയർ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. ബട്ട് എനിവേ മേലേക്ക് ഒരു ഫെയർ വാല്യൂ ഇനി അവർക്ക് എടുക്കാനില്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, ഇവിടെയാണ് ഉണ്ടായിരുന്ന ഒരെണ്ണം, അത് എടുത്തു കഴിഞ്ഞു. നൗ ദേ ഹാവ് ടു കം ഡൗൺ ആൻഡ് ടേക്ക് ദിസ്. വളരെ ക്ലീൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാണ്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം അങ്ങോട്ട് ഓഫായി കഴിഞ്ഞാൽ ഒരു കാഴ്ചയില്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി ലെൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാഴ്ചയില്ലാത്ത, അപ്പോൾ എന്നെ പോലത്തെ ആൾക്കാർക്ക് കണ്ണിന് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ആ ലെൻസ് ഇടുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ ചാർട്ടിൽ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റാത്ത ആൾക്കാർ ഈ ലെൻസ് വെച്ചേ പറ്റൂ എന്നുള്ളതാണ്, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ. സോ അതിന് ആക്സസ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ആൻഡ് ദെൻ ദാറ്റ് ഈസ് ദി അനാലിസിസ് ഫോർ ടുഡേ. നമുക്കൊരു വെബിനാർ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഐ എം സെയിങ് ദാറ്റ് മൈ വ്യൂ ഫോർ ദി നെക്സ്റ്റ് വീക്ക് ഈസ് അറ്റ്ലീസ്റ്റ് 1100 ഓർ 200 പോയിന്റ്, അതായത് 22,800 എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രൈക്കിലേക്ക് വരും എന്നുള്ളതാണ്. സോ അത് നമ്മൾ നോക്കുന്നത് വേറൊരു രീതി കൂടി നമ്മൾ നോക്കാറുണ്ട്. നമുക്കറിയാം നിഫ്റ്റിയുടെ ഓപ്ഷൻ ചാർട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ ക്വിക്ലി നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. 3800-ൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം മറ്റേത് അധികം ഓപ്പൺ ഇൻട്രസ്റ്റ് ഫോം ആയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇവിടുത്തെ ഫെയർ വാല്യൂ ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട് ആൻഡ് ദെൻ ദർ ഇസ് എ റീടെസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ നേരത്തെ ലീവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫെയർ വാല്യൂ. നിഫ്റ്റിയുടെ അണ്ടർലൈൻ ചാർട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഫെയർ വാല്യൂ ഇവിടെ ഫ്യൂച്ചേഴ്സ് ചാർട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ആ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ആ ഒരു പെർസെൻറ്റേജ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 800% മേലെ ഉള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രൈക്കിൽ പോസിബിൾ ആണെന്നുള്ളത് വിചാരിക്കുന്നു. ഇറ്റ് ക്യാൻ ബി റോങ് ഓർ സംതിങ്, ബട്ട് ഫെയർ വാല്യൂ കിടക്കുന്നത് ആ ഒരു ഏരിയയിലാണ്. സോ ഫെയർ വാല്യൂ റീവിസിറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് പെർട്ടിക്കുലർ സ്ട്രൈക്ക് വിൽ ബി ബ്ലാസ്റ്റിംഗ്. ഓക്കെ, സോ ദാറ്റ്സ് അനാലിസിസ് ഫോർ ടുഡേ. സോ ഈ ഒരു കോണ്ടന്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുക, നമ്മുടെ ടൂൾ യൂസ് ചെയ്തിട്ട് പരിചയിക്കാൻ വേണ്ടി നോക്കുക, വിച്ച് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു, ആൻഡ് ഷെയർ ദിസ് കണ്ടന്റ് മാക്സിമം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.